അപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേർന്ന് വിപിൻ മോഹൻ ചേട്ടൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ഏതായാലും ആ ചേച്ചിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് അറിയുന്ന ഒരു സന്തോഷം. പാവം ചേച്ചി എത്ര വേദന സഹിച്ചു, 5 വർഷമായി എന്ന് പറയാണ്. അപ്പോൾ വിപിൻ ഓക്കെ അല്ലേ? കത്രിക പുറത്തെടുത്തു, ബാക്കി കാര്യങ്ങളൊക്കെ വൈറ്റൽസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ് അഷ്മി സ്മിത. ഇപ്പോൾ ഉഷയുടെ ആരോഗ്യനില തീർത്തും തൃപ്തികരമാണ്. ICUവിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഡോക്ടർമാർ പരിശോധിച്ചു വരുന്നു, നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിവരമുള്ളത്. ഇനിയൊരു ആരോഗ്യ ബോർഡ് അവർ ചേർന്നതിന് ശേഷമായിരിക്കും അവിടെ നിന്നും റൂമിലേക്ക് മാറ്റുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ മകനാണ് ഉഷയുടെ കൂടെയുള്ളത്. ഇന്നലെയാണ് അവിടെ ശസ്ത്രക്രിയ നടന്നത്. അത് വിജയമാവുകയും ചെയ്തു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് നിലവിൽ അറിയിക്കുമ്പോൾ തന്നെ വലിയ ഒരു ആശ്വാസം മൊത്തം മലയാളികൾക്ക് ഉൾപ്പെടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്നലെയാണ് ശസ്ത്രക്രിയ നടന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അമൃതയിലേക്ക് മാറ്റാൻ ഒരു തീരുമാനമെടുക്കുകയും KC വേണുഗോപാൽ MP ഈ വിഷയത്തിൽ ഇടപെടുകയും ഉടൻ തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു 3-4 ദിവസത്തിനകത്ത് തന്നെ ആ ശസ്ത്രക്രിയ നടത്തുകയും അത് വിജയിച്ച് ഇപ്പോൾ അവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളത് കൂടിയാണ്. ഇനിയിപ്പോൾ ഇതിൽ കുറ്റക്കാർക്കെതിരെ ഒരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ ഒരു കത്രിക. അത് ഒരു മെഡിക്കൽ ടൈമിൽ എന്തെങ്കിലും പറഞ്ഞാലും അത് ഒരു കത്രിക രൂപത്തിലിരിക്കുന്നതാണ്. അത് രണ്ട് കഷ്ണമായിട്ടൊക്കെയാണ് വയറ്റിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് പുറത്തെടുക്കാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും കഴിഞ്ഞു എന്നുള്ളത് അമൃത ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മറ്റ് ഡോക്ടർമാർ ഇപ്പോൾ ICUവിൽ നിരീക്ഷിക്കുന്നു. അതിനുശേഷം അവർ മെഡിക്കൽ ബോർഡ് ചേർന്നായിരിക്കും തുടർ നടപടികളും. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.